കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിന്റെ എക്സാം കഴിഞ്ഞു അല്ലേ? അപ്പൊ അതിനുശേഷം ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഇനി അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലേക്കുള്ള ആ ഒരു ദൂരം എന്ന് പറയുന്നത് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ? അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക്കൽ എക്സാംസുകളിലെ ഒരു ബെഞ്ച് മാർക്കാണ് എന്ന് യാതൊരു സംശയമില്ലാണ്ട് പറയാൻ പറ്റിയ ഒരു എക്സാമാണ് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ എക്സാംസിലേക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അഡീഷണലി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആളുകളോടാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ അതായത് ഈ ഒരു അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ എക്സാംസിൽ നമ്മൾ നോക്കുമ്പോൾ പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് നമ്മൾ പ്രതീക്ഷിക്കണോ? അതല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോലെ തന്നെ ആയിരിക്കുമോ ഇത്തവണയും എക്സാംസ്? അതേപോലെ തന്നെ അടുത്തത് ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാന്. നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ ഇനി ഈ എക്സാം ഒരുപക്ഷെ അടുത്തൊരു 5 മാസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും എക്സാംസിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു സ്മാർട്ട് സ്റ്റഡി സ്ട്രാറ്റജിയോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാം എഴുതുന്ന നിങ്ങളുടെ മുഴുവൻ സുഹൃത്തുക്കൾക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇന്നലത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു എന്താ പറയാ, നമുക്ക് ഒരുപാട് ക്ലിയർ ഇൻഡിക്കേഷൻ നൽകുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, സോ ഞാൻ ആ ഒരു എക്സാമിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മുടെ അക്കാഡമിക് ടീം അനലൈസ് ചെയ്ത സമയത്ത് ഈ ഒരു എക്സാം എന്ന് പറയുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പാറ്റേൺ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് സിലബസിൽ വന്ന ഒരു മാറ്റം അല്ല കേട്ടോ. സിലബസ് എക്സാക്ട്ലി സെയിം ടു സെയിം തന്നെയാണ്. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിലും സിലബസിൽ ഒരു മാറ്റവും വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ ചേഞ്ച് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സാമിനേഷനിൽ ഒരു 40% കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു 40% ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയായിരുന്നു. ബേസിക് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ തന്നെയായിരുന്നു ഈ എക്സാമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്ത ഒരാളാണെങ്കിൽ ഒരു 40 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഈസി ലെവലിൽ തന്നെ ഉണ്ട്. എന്നാൽ ഒരു 30% ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവൽ എന്ന് പറയുന്ന സമയത്ത് ഒറ്റയടിക്ക് നമുക്ക് ആൻസറിലേക്ക് എത്തില്ല. എന്നാൽ കുറച്ചുകൂടി നമ്മുടെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാംസിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു 30% നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, എസ്പെഷ്യലി പറയാന്നുണ്ടെങ്കിൽ പവർ സിസ്റ്റത്തിലൊക്കെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ന് പറയുന്നത് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ് ടീച്ചേഴ്സ് നമ്മളെടുത്ത് തന്നിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് നോർമലി നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത ലെവലിൽ നിന്ന് എക്സാമിന് കൃത്യമായിട്ടുള്ള ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതായത് എക്സാമിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് മോഡറേറ്റ് ലെവലിലും ടഫസ്റ്റ് ലെവലും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ 60% ചോദ്യങ്ങൾ എന്താണ്, ഈസി കാറ്റഗറിയിൽ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഡിഫിക്കൽട്ട് കാറ്റഗറിയിലേക്ക് വരിക എന്നുള്ളതാണ്. നോർമലി നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരുന്നു ഉണ്ടാവില്ല. ഒരു 60% ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ്, ഒരു 40% ഡിഫിക്കൽട്ടും ആയിരുന്നെങ്കിൽ ഇതിപ്പോ നേരെ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അതായത് മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളല്ല, കുറച്ചൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ള ഗേറ്റ് ലെവലിലേക്ക് പോലും എത്തുന്ന ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയ ഒരു ചേഞ്ച് ആയിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയാതെ പോകും. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് അവസാന ടൈമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ പ്രിപ്പറേഷൻ മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തായിരിക്കണം ഇതിനൊരു ഐഡിയൽ ആയിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മളൊരു 3 മന്തിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിലബസ് നിങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ടാസ്ക്. സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ തിയറി പോർഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതിനെ ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ടൈം എന്ന് പറയുന്നത് 3 മന്ത്സ് കൊണ്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ? ഓഫ് കോഴ്സ് അതെന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നിങ്ങൾ ആ 3 മന്ത്സിനുള്ളിൽ നിങ്ങൾ സിലബസ് കവർ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ പോലെ പാറ്റേൺ ചേഞ്ചിലൂടെ വന്നിരിക്കുന്ന ആ ഒരു മാറ്റത്തെ നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അതിന്റെ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ
കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാംസ്. അപ്പൊ എല്ലാ സമയത്തും നമ്മൾ ഈ ഒരു ചേഞ്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആ മനസ്സിലാക്കിയ ചേഞ്ച് ഇല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വരുന്ന എക്സാംസുകൾ നിങ്ങൾ ബാക്കോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഈ ഒരു എക്സാമിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല, നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കലിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എന്ന് പറയുന്നത് അതൊരു MTech ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു എക്സാം ആയതുകൊണ്ട് അവിടെ ഒരു റെയർ എക്സാം ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യാമായിരുന്നു. എന്നാൽ അതിനുശേഷം വന്നിട്ടുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലും ഇതേ മാറ്റം വന്നിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഞാൻ ഈ ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സിവിലുള്ള ഞാൻ അമ്മമിസുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ എക്സാംസിൽ ഇതേപോലെ ഒരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ സിവിൽ എക്സാംസുകൾ നോക്കുന്ന സമയത്തും ഇതേപോലെ എക്സാംസുകളിൽ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസിന്റെ ലെവൽ മാറിക്കഴിഞ്ഞു. അതായത് മുൻ വർഷങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാലത്ത് നിന്ന് മാറിയിട്ട് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരുന്ന എക്സാംസിലേക്ക് മാറിയിട്ടുണ്ട്. സോ നമ്മളും അതിനനുസരിച്ച് എന്താവണം, പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 3 മാസത്തിനുള്ളിൽ നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുക. കവർ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിലെല്ലാം, അതായത് ലൈവ് ക്ലാസ്സിലെല്ലാം ഇനി മുതൽ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഓൾറെഡി ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ പ്രപ്പോർഷൻ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. കാര്യം എക്സാമിന്റെ ലെവൽ ഉയരുന്നതിനനുസരിച്ച് നമ്മൾ അതിനേക്കാൾ ഒരു പടി ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയാണ്, അതായത് ഇനി വരാനിരിക്കുന്ന മറ്റ് ഇലക്ട്രിക്കൽ എക്സാംസുകൾ ഉണ്ട്, ഈവൻ ഡിപ്ലോമ ലെവൽ എക്സാംസുകൾ ആണെങ്കിൽ പോലും ഒരുപക്ഷെ ആ എക്സാംസുകളിൽ പോലും ഉയർന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനും കൃത്യമായിട്ടുള്ള മുൻകരുതൽ നിങ്ങൾ എടുക്കണം. അപ്പൊ നമ്മൾ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ മാത്രമല്ല നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തോ കിട്ടുന്നുണ്ട്, KSEBയുടെ സബ് എഞ്ചിനീയർ കോഴ്സുകൾ ലഭിക്കുന്നുണ്ട്. കാര്യം ഇതെല്ലാം നമ്മൾ എന്താണ്, ഇലക്ട്രിക്കൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ ആളുകളും എത്താൻ പോകുന്ന ഒരു സീരീസ് ഓഫ് എക്സാംസ് ഉണ്ട്. അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSEB സബ് എഞ്ചിനീയർ, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതിന്റെ കൂട്ടത്തിൽ വേറെ കുറെ മറ്റനേകം എക്സാംസുകൾ. ഇതാണ് ഇതിന്റെ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു ട്രാക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ചേഞ്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യുക. കാര്യം റെഗുലർ ആയിട്ട് റിവൈസ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിൽ ഈസി ആയിട്ടുള്ള 40% ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. അപ്പോൾ ബേസിക് തിയറി നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അപ്പോൾ റിവിഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകൾ നമുക്ക് പിന്നെയും തറവായിട്ട് നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ആവാനും അത് എക്സാമിൽ വളരെ ക്വിക്കായിട്ട് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ലെസ് ദാൻ 1 മിനിറ്റിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. പക്ഷേ 3, 4, 5 മിനിറ്റ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന വലിയ ക്വസ്റ്റ്യൻസുകൾ എക്സാമിൽ വന്നതുകൊണ്ടാണ് ഈ എക്സാം എന്ന് പറയുന്നത് ടഫ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യാണ്, എൻട്രിയുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് ആഡ് ഓൺ ചെയ്യാണ്. അതായത് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ലെവലിലുള്ള, അതായത് നമ്മൾ ഈ മോക്ക് ടെസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ലെവൽ ഉണ്ട്, പ്രീവിയസ് ലെവൽ ഉണ്ട്, അതിൽ ഒരു അഡ്വാൻസ് ലെവൽ മോക്ക് ടെസ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വരാനിരിക്കുന്ന അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന് വേണ്ടി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ഫോർ ദ ടഫസ്റ്റ് എക്സാം. അതായത് ഇനി വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഇപ്പം നടന്നിരിക്കുന്ന എക്സാംസിനെക്കാളും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരിക്കുന്നത്. നേരത്തെ പ്രീ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സമയം മാത്രമുള്ളത്. ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു സെൽഫ് പ്രിപ്പറേഷൻ എന്നുള്ള സമയം ഇനി നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി, മികച്ച അധ്യാപകരുടെ ഗൈഡൻസോട് കൂടി, മെന്റർഷിപ്പോട് കൂടി നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻട്രിയോടൊപ്പം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ, എക്സാംസിന്റെ കാര്യത്തിൽ, ഇപ്പൊ കഴിഞ്ഞൊരു ഏതോ 1-2 എക്സാംസുകൾ ഒന്ന് ഡിഫിക്കൽട്ട് ആയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലക്ഷ്യമുണ്ട് അല്ലേ, ഒരു സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലേക്കുള്ള യാത്രയിലാണ് നിങ്ങൾ. അതിനിടയിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു വലിയ വിജയം നേടിയെടുക്കാനുള്ള ആ ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കരിയറാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെന്റ് സെക്ടർ ജോബിൽ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള വർഷങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഹാപ്പി
ഹാപ്പിനെസ് ഉള്ള വർഷങ്ങളായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾക്ക് പിന്നിൽ വലിയ ഹാർഡ് വർക്കിന്റെയും അതേപോലെ തന്നെ ഒരുപാട് പരാജയത്തിന്റെയും കഥകൾ ഉണ്ടാവും. അതെല്ലാം മാറിയിട്ട് വലിയ വിജയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നെവർ എവർ ഗിവ് അപ്പ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നിങ്ങൾ ഓരോ ദിവസം കഴിയുന്ന സമയത്തും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ ബെറ്റർ ആയിരിക്കണം. അതായത് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു ടൈമിനെക്കാട്ടിൽ ഒരു പക്ഷേ അടുത്ത ദിവസം അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് പഠിക്കാൻ കഴിയണം. അതിൽ കൂടുതൽ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കണം. അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസത്തിനേക്കാൾ മെച്ചമാക്കാൻ നോക്കുക. നിങ്ങൾ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മേക്ക് എവറി ഡേ ബെറ്റർ ദാൻ പ്രീവിയസ് ഡേ എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് മെത്തഡോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ ഓരോ എക്സാംസുകളിലും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു എക്സാംസിൽ, കഴിഞ്ഞ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ നമുക്ക് 3rd റാങ്ക്, അതായത് അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD 3rd റാങ്കും അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ 4th റാങ്കും വാങ്ങിയിട്ടുള്ള നമ്മുടെ സ്റ്റുഡന്റ് ആണ് നിദാ സലാം എന്ന് പറയുന്നത്. അപ്പൊ നിദാ സലാം എന്ന് പറയുന്നത് ഒരു ഇയർ ബ്രേക്ക് ഒക്കെ എടുത്തതിന് ശേഷമാണ് പ്രിപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഈ എക്സാമിന് വേണ്ടിയിട്ട് വളരെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ കൃത്യമായിട്ടുള്ള നമ്മുടെ ഗൈഡൻസ് ഉൾക്കൊണ്ട് പഠിച്ചിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. ഇതേപോലെ ഒരുപാട് നല്ല നല്ല റിസൾട്ടുകൾ നമ്മൾക്ക് കഴിഞ്ഞ എക്സാംസിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ നിങ്ങളിലൂടെ വലിയ മികച്ച വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എൻട്രിയോടൊപ്പം ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.